ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. സോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണ് ഉള്ളതല്ലേ? എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണ്. എല്ലാവർക്കും പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട് ഫുഡിന്, ഇല്ലേ? അതിൽ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് എന്തൊക്കെ ഫുഡാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല, ബട്ട് അതാണ് സത്യം. ഓക്കെ, ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഭഗവാന് നിവേദിച്ച ഫുഡ് അതിനൊരു പ്രത്യേക രുചിയാണ്. അതായത് ഞാനും അമ്മയും അബിയും കൂടെ ഒരുപാട് പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പം ഗുരുവായൂരത്തെ ക്യൂ അറിയാലോ, അത്രയും വലിയ ക്യൂവിൽ നിന്ന് ഭഗവാനെ കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഭഗവാന്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും തയ്യാറാവും. വലിയ ക്യൂ ആയിരിക്കും കേട്ടോ. അത് നിന്ന് 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 അങ്ങനെ അറ്റം ആ ഫുഡിന്റെ ആ ഒരു വലിയൊരു ഹാളുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഭയങ്കര സ്പീഡി അവർ വിളമ്പി പോവാട്ടോ. പക്ഷെ ചിലപ്പോൾ മത്തങ്ങയുടെ ഒക്കെ തൊലി പോലും ചിലപ്പോൾ കളഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ കട്ട് ചെയ്ത് നന്നായിട്ട് നല്ല കറിയാണ്, നല്ല കറികളും നല്ല ചോറും. ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് വേറെ എവിടെയൊന്നും കിട്ടില്ല. അത്രക്ക് നല്ല അടിപൊളി ഫുഡാണ് ഭഗവാന്റെ ഫുഡ്. ആ കാത്തു നിന്ന് ആ ഫുഡ് കഴിക്കുന്നതിന് ഒരു എന്താ പറയുക, അതിനൊരു പ്രധാനമുണ്ട്. കാരണം എന്താ പറയുക, ഫുഡ് അത്രയും നല്ല ഫുഡാണ്, അത്രയും നല്ല ടേസ്റ്റാണ്. വളരെ 1, 2, 3 കറികളെ ഉണ്ടാവുള്ളൂ. അത് ഒരച്ചാറും പിന്നെ മോര് തരും. ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഉത്സവ സമയമായിരുന്നു ഗുരുവായൂര്. അപ്പൊ ഗുരുവായൂരത്തെ പാൽപ്പായസം ഇഷ്ടമല്ലാത്തതായിട്ട് ആരാണല്ലേ ഉള്ളത്? അപ്പം ഞങ്ങളിങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ ഉത്സവത്തിന്റെ ആ ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങള് ഭഗവാനെ കണ്ടിറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു കേട്ടോ. പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേനും അവര് യൂഷ്വലി ഈ പറയുന്ന സാധനങ്ങളാണ് എപ്പോഴും വിളമ്പാറ്. ബട്ട് അതിന്റെ കൂട്ടത്തിൽ അവര് വെണ്ണയും കൂടെ വിളമ്പിയായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് വെണ്ണ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോർമലി അമൂലിന്റെ മിൽക്കി മിസ്റ്റിന്റെ ആ വെണ്ണയല്ല, നമ്മൾ ഭഗവാന് നിവേദിച്ചിട്ടുള്ള വെണ്ണയില്ലേ, അത് മറ്റേ കൈ നിറയെ വെണ്ണതരാം കവിളിലൊരുമ്മ തരാം കണ്ണൻ. ആ കണ്ണന് നിവേദിച്ചിട്ടുള്ള വെണ്ണയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അപ്പൊ അത് തന്നായിരുന്നു. അപ്പൊ മനസ്സിലിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടാ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പാൽപ്പായസം വിളമ്പി, കൃഷ്ണന്റെ പാൽപ്പായസം വിളമ്പി. അതും നല്ല രുചിയാണ് കേട്ടോ. പാൽപ്പായസത്തിന്റെ രുചി എല്ലാവർക്കും അറിയായിരിക്കും. അത് വിളമ്പി, അത് കഴിച്ചു. അതൊക്കെ കഴിച്ച് നമ്മൾ കൈ വാഷ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കോവിലിന്റെ അകത്തുനിന്ന് ഒരു ശാന്തി പുറത്തോട്ട് വന്ന്, ശാന്തിയുടെ കയ്യിലൊരു ബേസിനുണ്ട്. ബേസിനിൽ നിറച്ചും ഒരു പ്രസാദം, പായസം പോലത്തെ ഒരു പ്രസാദം. ദെൻ ഞങ്ങൾ കൈ കഴുകി വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും കയ്യിൽ ഓരോ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കൊടുത്തു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ പായസം കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ രുചി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര നല്ല ടേസ്റ്റ് ലൈഫിൽ ഇന്നേ വരെയും ആർക്കും ആ പായസം കിട്ടത്തില്ല. അത്രയും റെയർ ആയിട്ടുള്ള പായസമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ആ പായസം കഴിച്ചിട്ടില്ല. വീണ്ടും എനിക്ക് കിട്ടിയിട്ടുമില്ല. നമുക്ക് പായസം എത്രയൊക്കെ പൈസ കൊടുക്കാന്ന് വെച്ചാലും ആ ഒരു സിറ്റുവേഷനിൽ കിട്ടുന്ന ആ ഒരു പായസം പിന്നെ കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ. പിന്നെ എനിക്ക് കൂട്ടുപായസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോട്ടുപള്ളി അമ്പലത്തിലെ കൂട്ടുപായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തിരുപ്പ് അമ്പലത്തിലെ കൂട്ടുപായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഞാൻ ഇടയ്ക്ക് നടത്താറുണ്ട് തിരുമൂപ്പ് അമ്പലത്തില്. അപ്പം എന്താ പറയാ, ഉണ്ണിയപ്പം കിട്ടും, അതേപോലെ തന്നെ ഇലട കിട്ടും. ഉള്ളിൽ ശർക്കരയും പീരയൊക്കെ വെച്ചിട്ടുള്ള ഇലട കിട്ടും. അതേപോലെ തന്നെ അപ്പൊ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അവലും പിന്നെ ശർക്കര തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇതും കിട്ടും. അപ്പോൾ ഇതിനൊക്കെ അപാര രുചിയാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
വടക്കുന്നാഥൻ ടെമ്പിളില് എനിക്ക് ഒരു പ്രാവശ്യം പോലും പോകാൻ പറ്റില്ല. കാരണം അതിന്റെ ഗ്രൗണ്ടിലൊക്കെ തൃശ്ശൂർ പൂരം നടക്കണ അമ്പലമാണ് വടക്കുന്നാഥൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പറയാം. തൃശ്ശൂർ പൂരം നടക്കുന്ന അമ്പലമാണ്. അപ്പം അവിടെയൊക്കെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഗ്രൗണ്ടിൽ. സോ ഞാനും അഭി 1-2 പ്രാവശ്യം വേറെ എന്തോ കാര്യത്തിന് പോയതാണ്. എന്നിട്ട് ആ ഗ്രൗണ്ടിലൊക്കെ നടന്നിട്ടൊക്കെ പോന്നിട്ടൊക്കെ നല്ല രസമാണ് ആ ഗ്രൗണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്താ പറയാ, അപ്പം 2 പ്രാവശ്യവും പോയത് ഭഗവാനെ ഡയറക്റ്റ് കാണാനായിട്ടല്ല, എന്തെങ്കിലും കാര്യം. ഒരു പ്രാവശ്യം ഞങ്ങൾ ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ കയറിയപ്പോഴത്തേക്ക് നട അടച്ച്. അപ്പൊ അവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നട അടച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളോട് പറഞ്ഞു വിഷമിക്കേണ്ട, അവിടെ ഭഗവാന്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്, അത് പോയിന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അഭിയും കൂടെ ആ ഫുഡ് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കഞ്ഞിയും ഒരു പുഴുക്കും പിന്നെ ഒരു അച്ചാറ്, അങ്ങനെ വളരെ കുറച്ചുണ്ടായുള്ളൂ. അതേപോലെ തന്നെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ പായസം, ശർക്കര പായസം നന്നായിട്ട് നീട്ടിയെടുത്തേക്കുവാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കത് എന്താ പറയുക, മറക്കാനേ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ ഭഗവാന്റെ കാര്യങ്ങളാണ്. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാനൊരു സ്വീറ്റ് ലവറാണ്, പേഴ്സണലി ഞാനൊരു സ്വീറ്റ് ലവറാണ്. സ്വീറ്റ്സ് എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ചാടി വീഴും. അതേപോലെ തന്നെ പുതിയ സ്വീറ്റ്സ് എന്താ പറയുക, പരീക്ഷിക്കാനും ഇഷ്ടമാണ്, ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. സോ എൻ്റെ അമ്മ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അമ്മയുടെ ഒരു വീഡിയോയിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാമ്പിള് ചോദിക്കുന്നു. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ സാമ്പിള് ചോദിച്ചിട്ട് ഇപ്പം സ്വീറ്റ്സ് കടയിൽ പോയാലും ശരി, ചോക്ലേറ്റ് ഷോപ്പിൽ ഇപ്പം മൂന്നാർ ആ ഭാഗത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചോക്ലേറ്റ്സിൻ്റെ പല വെറൈറ്റീസ് കിട്ടും. ഞാൻ സാമ്പിള് ചോദിച്ചിട്ട് എനിക്ക് സാമ്പിള് തരും എന്നുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. സാമ്പിള് തന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കാണ്ട് പോരാറുമില്ല. അപ്പം അങ്ങനെ നമുക്ക് അതിൻ്റെ ഒന്നും എക്സ്പയറിയോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ല. പിന്നെ നമ്മൾ സാമ്പിൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. ഈ എന്താ പറയുക, ബേക്കറിയിലൊക്കെ ഇങ്ങനെ ട്രേക്കകത്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ്സിനൊക്കെ എക്സ്പയറി ഉണ്ടാവും. നമുക്കത് അറിയില്ല. ഒരു ഇതിന് നമ്മൾ ഇത്രയും മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തിന്നുമ്പോൾ അതിനെന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കളയാനേ കൊള്ളുള്ളൂ. ആ പൈസ നമുക്ക് തിരിച്ചു തരും. സോ സാമ്പിൾ ചോദിക്കുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സാമ്പിൾ ചോദിക്കും. എനിക്ക് ഞാൻ നാണോമാനൊന്നുമില്ല, ഞാൻ സാമ്പിൾ ചോദിക്കും. സാമ്പിൾ ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ അടുത്ത് സാമ്പിൾ വയ്ക്കും. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. സോ അവര് നമ്മളെ അടുത്ത് സാമ്പിൾ ചോദിക്കുമായിരുന്നു. ഇപ്പൊ ചോക്ലേറ്റ് ആണെങ്കിലും സാമ്പിൾ ചോദിക്കുമായിരുന്നു. സാമ്പിൾ ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യും. സോ അതുകൊണ്ടിട്ട് സാമ്പിൾ വയ്ക്കുന്നത് തെറ്റല്ല കേട്ടോ. അപ്പൊ എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ശ്രീകൃഷ്ണ സ്വീറ്റ്സ് അടിപൊളിയാണ്. മൈസൂർ പാക്ക്, അവിടുത്തെ മൈസൂർ പാക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ശ്രീകൃഷ്ണ സ്വീറ്റ്സിൻ്റെ ഒരു ഇത് നമ്മുടെ വൈറ്റില ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ചേട്ടനും ഒരു പ്രാവശ്യം എവിടെയോ പോയി വന്നപ്പോൾ എനിക്കൊരു സ്വീറ്റ് കൊണ്ടു തന്നായിരുന്നു. അതായത് പപ്സ് പോലത്തെ ക്രിസ്പി ആയിട്ടുള്ളൊരു ലെയർ ഉണ്ടാവും താഴത്ത്. അതിൻ്റെ മേളിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടാവും. അതിൻ്റെ തന്നെ ഷുഗറിൻ്റെ പഞ്ചസാര പാനി എന്നൊക്കെ പറയില്ലേ, അതിന് പല ഫ്ലേവർ കൊടുത്തിട്ട് അവര് അത് സോക്ക് ചെയ്യും. ദെൻ അത് വായിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് ആ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ആ ഒരു പാനീയത്തെ ടേസ്റ്റ് അത്. അപ്പൊ അതും നമുക്ക് കിട്ടും, ആ ഒരു നട്ട്സിന്റെ ക്രഞ്ചിനെസ്സും നമുക്ക് കിട്ടും. അപ്പം അത് എനിക്ക് മേടിച്ചു തന്നു. പക്ഷെ എനിക്ക് കൊതി മാറിയില്ല. ഞാൻ വളരെ നാളുകളായിട്ട് അത് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ദെൻ ഞാനത് ചെന്നൈയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ ഇതിരിക്കുന്നത് കണ്ടു. ദെൻ അതിൻ്റെ പേരാണ് ബാക്ലാവ. നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നാട്ടിൽ കിട്ടാനില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നാട്ടിലത് കിട്ടാനില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ പേരാണ് ബാക്ലാവ. സോ ബാക്ലാവ പല ഫ്ലേവറിൽ കിട്ടാറുണ്ട്. പിസ്തേൻ്റെ ഫ്ലേവറും ഉണ്ട്, ഫുൾ നട്ട്സ് വെച്ചിട്ടുള്ളത് കിട്ടാറുണ്ട്, പല ടൈപ്പ് കിട്ടാറുണ്ട്. അതില് എനിക്ക് അതായത് യൂട്യൂബിൽ ഞാൻ മേടിക്കാറുണ്ട്. ദെൻ കഴിച്ചിപ്പോൾ അത് മതിയായി. പിന്നെ ഇവിടെ ഒരു ഫീനിക്സ് മോളിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ ഇങ്ങനെ
വെച്ചിട്ടുണ്ടായിരുന്നു മേടിക്കാനായിട്ട്. അപ്പം അതിൽ നിന്ന് ഞാനൊന്ന് സാമ്പിൾ മേടിച്ചു. സാമ്പിൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി, അത് ക്രിസ്പിനെസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബട്ട് വില കൊണ്ട് മേടിക്കാനായിട്ട് നമുക്കത് അത്രയും പോരായിരുന്നു. അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല. പിന്നെ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ബാക്ക്ലാവയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കടയുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു ബോക്സ് നിറച്ചും ബാക്ക്ലാവ അഭി മേടിച്ച് തന്നിട്ടുണ്ട്. സോ ഞാനൊരു സ്വീറ്റ് ലവർ പോലെ അഭിയും ഒരു സ്വീറ്റ് ലവർ. കാരണം എനത്തിലാണല്ലോ ചേരേണ്ടത്. ഞാൻ കറക്റ്റായിട്ട് ആരുടെ കൂടെയാണോ ചേരേണ്ടത് ആ ആളുടെ കൂടെയാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. സോ അഭിയും ഞാനും ഇപ്പം ജാൻവി ആണെങ്കിലും ശരി സ്വീറ്റ്സിൻ്റെ ഭയങ്കര ലവേഴ്സാണ്. പിന്നെ ഇത് ബാക്ക്ലാവേൻ്റെ കാര്യം. നെക്സ്റ്റ് വരുന്നതാണ് ബട്ടർ ബീൻ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊന്നും കിട്ടത്തില്ല, കോമൺ ആയിട്ട് കാണുന്ന ഒരു ബേക്കറിയിലും കിട്ടത്തില്ല. ഇതൊരു സിഗ്നേച്ചർ ഐറ്റം ആണ്. ഇത് ബെസ്റ്റ് ബേക്കറിയിൽ മാത്രമേ കിട്ടുള്ളൂ. അതും എല്ലാ ബെസ്റ്റ് ബേക്കറിയിലും കിട്ടില്ല. ഞങ്ങളുടെ അവിടുത്തെ വരാപ്പുഴ ചുറ്റിഭാഗം അവിടുത്തെ ബെസ്റ്റ് ബേക്കറിയിൽ കിട്ടും. ഞാനിത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രോഡ്വേയില് ഓവൻ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അതായത് അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു ബട്ടർ ബീൻ ട്രൈ ചെയ്തത്. അത് അവിടെ സ്വീറ്റ്സ് മാത്രമല്ല കേട്ടോ, സാൻഡ്വിച്ച്, റോള്, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ബട്ടർ ബീൻ ഞാൻ അവിടെ നിന്നാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ തന്നെ നല്ലൊരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. അതായത് നോർമലി നമ്മളൊരു മുന്തിരി ഇട്ടടിക്കണ ജ്യൂസ് അല്ല, അല്ലാണ്ട് മുന്തിരി നമ്മൾ വേവിച്ച് എന്നിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ജ്യൂസിൻ്റെ അകത്ത് മുന്തിരിയുടെ ഉള്ളിലത്തെ പൾപ്പ് അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടാവും. സോ അത് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പം അത് ഭയങ്കര ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അന്ന് അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അത് കിട്ടുന്നത് ബെസ്റ്റ് ബേക്കറിയിലാണ്. അങ്ങനെ എല്ലാ ബെസ്റ്റ് ബേക്കറിയിലും കിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ബെസ്റ്റ് ബേക്കറിയിലാണെങ്കിൽ പോലും എല്ലാ ദിവസവും അവരത് വിൽക്കാൻ വെച്ചിട്ടില്ല. ഓർഡർ അനുസരിച്ച് അവർ വരുത്തിച്ച് തരാണ് ചെയ്യാറ്. അപ്പം ഞാനിങ്ങനെ ആ ചേട്ടനോട് പറയും നാളത്തേക്ക് ഒരു 10 വേണം എന്നൊക്കെ പറയുമ്പോൾ ആ ചേട്ടൻ വരുത്തിച്ച് തരാണ് ചെയ്യാറ്. ഇനി ഇത് എന്ത് സാധനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് കേക്കാണ്, ക്രീം വെച്ചിട്ടുള്ള നല്ലൊരു കേക്ക്. അതിന്റെ മേളിൽ നമ്മൾ പണ്ടൊക്കെ എന്താ പറയാ, ക്രിസ്മസിന് ഒരു കേക്ക് മേടിക്കുന്നത്, പഴയ പ്ലം കേക്ക് മേടിക്കും. അതിന്റെ മേളില് ഫ്ലവറും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതൊരു ഷുഗറിന്റെ ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള ഷുഗറിന്റെ ഒരു ഫോമാണത്. അതിൻ്റെ പോലത്തെ ഒരു കോട്ടിങ്ങും കൂടെ അതിനുണ്ടാവും. ലൈക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അതിന് നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. സോ അതൊരു ബീൻ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. സോ അതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. ദെൻ കാജു കട്ട്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാജു കട്ട്ലി ചിലപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാജു കട്ട്ലിൻ്റെ ഒരു ഇതാണ്, അതായത് ഡയമണ്ട് ഷേപ്പിലിരിക്കും, മേളില് സിൽവറിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം എന്താ പറയുക, ഭീമേ പോയപ്പോൾ ഭീമയുടെ ഓപ്പോസിറ്റ് എറണാകുളം MG റോഡിൽ ഭീമേൻ്റെ ഓപ്പോസിറ്റ് ഒരു ശ്രീകൃഷ്ണ സ്വീറ്റ്സ് ഉണ്ട്. ഞാൻ മുന്നും കയറിയിട്ടുണ്ട്, ലാസ്റ്റ് പ്രാവശ്യം പോയപ്പോഴും കയറിയായിരുന്നു. അതിനെക്കുറിച്ചാണ് അമ്മ അന്ന് പരാമർശിച്ചത്. ബട്ട് അവിടെ ഞാൻ ടേസ്റ്റ് നോക്കി ഒരു റോസ് പെറ്റൽസ് ഇട്ടിട്ടുള്ള ഒരു സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു സോനുപാപ്പുടീൻ്റെ ഒക്കെ പോലത്തെ ഒരു ടെക്സ്ചർ, ദെൻ റോസ് പെറ്റൽസ് ഒക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി സ്വീറ്റാണ്. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ദെൻ അത് അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ മൈസൂർ പാക്ക് അടിപൊളിയാണ്, ഓസോണ്. അപ്പം സ്വീറ്റ്സ് അവിടെ എനിക്ക് തീരൂല കേട്ടോ. പിന്നെ എനിക്കിഷ്ടം പനീർ ജാമുനാണ്. അതായത് ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പക്ഷെ ഗുലാബ് ജാമുൻ മേടിക്കുമ്പോൾ എന്താണ്, ആ ഗുലാബ് ജാമുൻ്റെ ആ ഒരു വലിയൊരു ഉണ്ടയും അതിൻ്റെ കൂടെ ഒരു പഞ്ചസാരയുടെ പാനിയും ഇഷ്ടം പോലെ ഉണ്ടാവും. ബട്ട് നമ്മൾ ആ ഗുലാബ് ജാമുൻ കഴിച്ചു കഴിഞ്ഞാൽ ആ പാനി വെറും വേസ്റ്റ് ആണ്. സോ അപ്പൊ ഈ പനീർ ജാമുൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാവില്ല. ഓൾറെഡി ഷുഗർ സിറപ്പിൽ സോക്ക്ഡ് ആയിരിക്കും, ടേസ്റ്റും അടിപൊളിയാണ്. ദെൻ ഈ പാനി ഉണ്ടാവില്ല, ഈ പാനി വാട്ടർ അതുണ്ടാവില്ല. അതാണ് നമ്മുടെ പനീർ ജാമുൻ. പിന്നെ നവ്യയിലത്തെ കേക്ക്സ് എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ കേക്ക് ഹട്ടിലത്തെ കേക്ക്സ്, ചില
കേക്ക് ഹട്ടിൽസ് അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്, എന്തോ പിസ്ത മാംഗോ അങ്ങനത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്. അതിന്റെ ഐസിങ് അടിപൊളിയാണ്. അതും എന്താ പറയാ, ഓർഡർ കൊടുത്താലാണ് അവർ ഉണ്ടാക്കി തരിക, അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് കേക്ക് മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ ഒരു പ്രാവശ്യം ജാൻവിക്ക് മേടിച്ചിട്ടൊന്ന് കൊടുത്തതാ. സോ അത് നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നവ്യ ബേക്കറിയിൽ ഒരു റോൾ ഉണ്ട്, അതായത് മഞ്ഞ കളറിലത്തെ ഒരു കേക്ക്, സ്വിസ് റോളൊക്കെ പോലെ ഇരിക്കും, ഒരു റോൾ കേക്കാണ്. ദെൻ അതും അടിപൊളിയാണ്. പിന്നെ അലുവ എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് അത്രക്ക് ക്രേസ് ഇല്ല, ബട്ട് ചില ടൈപ്പ് അലുവകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. അതിൽ ഒന്നാണ് റെഡ് കളറിൽ ഇങ്ങനെ ഞാൻ റബ്ബർ ബാൻഡ് ഹൽവ എന്നാ പറയാ, കാരണം ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഇങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചൗ ചൗ ചൗതും പോലെ ഇരിക്കും. നമ്മൾ ഈ പബ്ലിക്കൊക്കെ കഴിക്കില്ലേ, അതേപോലെ ഇരിക്കുന്ന അലുവ, അതിന്റെ ആളാണ് ഞാൻ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മാമ്മ കാഞ്ഞൂരിൽ നിന്നൊക്കെ ഇടക്ക് വീട്ടിലോട്ട് വരുമ്പോൾ ചുറ്റുഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ ഒരു കടയുടെ ഉള്ളിലോട്ട് കയറിയിട്ട് അപ്പൊ ജിലേബിയൊക്കെ അവിടെ ലൈവായിട്ട് ഇങ്ങനെ വറുത്ത് കോരി ഷുഗർ സിറപ്പിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് അമ്മാമ്മ ഓറഞ്ച് കളറിലെ ജിലേബി മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ അത്ര ജിലേബിയുടെ പേഴ്സൺ ഒന്നും അല്ല. ബട്ട് ജിലേബിയുടെ ഏറ്റവും വലിയ ഫാൻ അബിയാണ്. അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിലേബി. ദെൻ ഞാനൊരു 8ാം മാസമൊക്കെ ആയിട്ടിരിക്കണം, ഗർഭിണിയായിട്ട്, ജാൻവിന് ഗർഭിണിയായിട്ട് ഒരു 8ാം മാസമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ വീട്ടിൽ നിന്ന്, അതായത് ചേട്ടനുണ്ട് അമ്മയുണ്ട്, ഞങ്ങൾ KMKയിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോണ വഴിക്ക് കാച്ചാനിക്കോടം അമ്പലം അറിയായിരിക്കും, കുന്നമാവ്. നമ്മൾ തിരുവുപ്പത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് പറവൂർക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കയറും. ആ വഴിക്ക് കാച്ചാനിക്കോടം അമ്പലത്തിന്റെ ഫ്രണ്ടില് ഒരു ചായക്കടയുണ്ട്. പഴയ ചായക്കട എന്ന് വെച്ചാൽ പഴയ ചായക്കട. അവിടെ ഇങ്ങനെ അടിപൊളി വെട്ടുകേക്കും സവാളവടയും എല്ലാനും ഉണ്ട് കേട്ടോ, പഴംപൊരി എല്ലാം, രതീഷിനും എല്ലാത്തിനെയും ചില്ലുംകൂട്ടിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് വെട്ടുകേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ചേച്ചി നല്ല ചൂടായിട്ട് ബേസിനിൽ മറ്റേ ബൂന്തി ഇതാക്കി വെച്ചിട്ട് ലഡ്ഡു പിടിച്ചുകൊണ്ടിരിക്കുക. നല്ല ചൂടാണ് അതിനിങ്ങനെ പിടിച്ചിട്ട് ചൂടിൽ ലഡ്ഡു ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ലഡ്ഡു മേടിച്ചു, വെട്ടുകേക്കും മേടിച്ചു. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വെട്ടുകേക്ക്. ഇനി ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, പഴംപൊരി എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം എന്താ പറയാ, ഒരു പത്തിരി ഉണ്ട്, അതായത് നമ്മൾ ചിക്കൻ്റെ കൂടെയൊക്കെ മേടിക്കുന്ന മറ്റേ വൈറ്റ് കളറുള്ള പത്തിരി അല്ല, അല്ലാണ്ട് ഫ്രൈഡ് ആയിട്ടുള്ള പത്തിരി ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സവാള വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ എനിക്ക് ഉണ്ടംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ ആ ആൾക്ക് ചായക്കടയായിരുന്നു, ചുറ്റുഭാഗത്ത് ചായക്കടയായിരുന്നു. അവിടെയും ഇതേപോലെ മുന്തിരിയുടെ ജ്യൂസൊക്കെ കിട്ടും. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഉണ്ടംപൊരി ഒരുപാട് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ ഞങ്ങളുടെ നെയ്ബറാണ്. അപ്പൊ എന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു ബ്ലാക്ക് ബോൾ എന്നും പറഞ്ഞപ്പോ ഞാനും ആ ചേട്ടനും കൂടെ പേരിട്ടേക്കണാണ് അതിന് ബ്ലാക്ക് ബോൾ എന്ന്. അപ്പൊ എന്നെ കാണുമ്പോ ബ്ലാക്ക് ബോൾ വേണ്ടേന്ന് ചോദിച്ചെന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടംപൊരി എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ കോളേജിലത്തെ ക്യാൻറ്റീനുണ്ട്, അവിടുത്തെ ബോണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ ലൈവ് കാണാൻ പറ്റും, അവരിങ്ങനെ വിറകടുപ്പിലിട്ടിട്ടാണ് ബോണ്ട ഉണ്ടാക്കണത്. ബോണ്ടയുടെ കൂടെ ഒരു ചട്നിയും തരും, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അപ്പം ചായക്കടിയായി, സ്വീറ്റ്സ് ആയി, ഇനി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ്, ബിഗ് മീൽസ് തന്നെ എടുക്കാം. എൻ്റെ ഏറ്റവും വലിയ, അതായത് മലയാളികളുടെ വികാരം പൊറോട്ടയും ബീഫും ആണെന്ന പോലെ എൻ്റെ ഏറ്റവും വലിയ വികാരം, അതായത് പൊറോട്ടയും ബീഫും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ ഇവിടെ പച്ചമാങ്ങയിൽ കൊടുക്കുമായിരുന്നു, നല്ല വാഴലിട്ടിട്ട് വാഴയുടെ മേളിൽ 2 ചൂടുണ്ടോ പറക്കണ പൊറോട്ട, ബീഫ് റോസ്റ്റ്, അതിൻ്റെ കൂടെ ഒരു ഗ്രേവി തരും. അതിട്ട് ആ ബീഫും കൂടെ കുഴച്ച് തിന്നാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും, മാർവലസ്, സ്വർഗം കാണും. ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇന്നലെ തൊട്ട് ബീഫിനോടുള്ള ഇഷ്ടമല്ല കേട്ടോ, ബീഫിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. എനിക്ക് ചിക്കൻ അത്ര ഇഷ്ടമല്ല, ചിക്കൻ ഭയങ്കര ചൂടാണ്. ദെൻ മട്ടൺ അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ അല്ല ഞാൻ. ദെൻ എൻ്റെ അച്ഛൻ, ഞാൻ വീട്ടിലുള്ളപ്പോൾ കല്യാണത്തിന് മുന്നേ എല്ലാ ശനിയാഴ്ചയും ആവുമ്പോഴത്തേക്കും കാലത്ത് എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, നമുക്കേ ബീഫ് മേടിച്ചാല, എന്ത് വേണം മോക്ക് എന്താണ് വേണ്ടത്, അച്ഛനോട് പറ, അച്ഛൻ മേടിച്ചിട്ടൊന്നും തരാം, എന്താ വേണ്ടേ, ബീഫ് മേടിച്ചാല എന്ന് പറയും. എന്നിട്ട് അച്ഛൻ പോയിട്ട്
നല്ല നെയ്യോട് കൂടിയിട്ടുള്ള നല്ല ബീഫ് മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പം നെയ്യും ഇങ്ങനെ നമുക്ക് സ്ക്വയർ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അവിടെ ഇട്ട് കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരൊറ്റ പീസായിട്ടായിരിക്കും കൊണ്ടുവരിക. ഈ മാംസവും ഈ മീറ്റും ഈ ഒരു നെയ്യും ആയിട്ടുള്ളത്. ദെൻ ഞാനത് കട്ട് ചെയ്ത് കുക്കറിലിട്ട് ഇതൊക്കെ ചെയ്ത് ഞാൻ നല്ലൊരു കറി ഉണ്ടാക്കും. കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സെമി ഗ്രേവി വേർഷനിലാണ് ഞാൻ എടുക്കാറ്. ദെൻ അത് ചോറിൻ്റെ കൂടെ ഒന്നും ഞാൻ കഴിക്കാൻ നിൽക്കത്തില്ല, ഒരു ബൗളിലിട്ടിട്ട് അപ്പം തന്നെ കഴിക്കും. അങ്ങനെയാണ്, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരണു. അതേപോലെ തന്നെ എനിക്കൊരു അച്ചാച്ചൻ ഉണ്ടായിരുന്നു, അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ. പുള്ളി ഞാൻ ഉണ്ടാക്കണ ബീഫ് കറിയൊക്കെ കഴിക്കും, നല്ല അഭിപ്രായമായിരുന്നു. അച്ചാച്ചൻ ഇപ്പം ഇല്ല കേട്ടോ, ഞാനിപ്പോൾ ഓർക്കുന്നു അച്ചാച്ചനെ. സോ അതാണ് ആ ബീഫിൻ്റെ ഒരു എന്താ പറയുക, ബീഫിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ദെൻ പിന്നെ എനിക്ക് ബിരിയാണിയുടെ ഒരു ലെവലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടം മേഘ്ന സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ്, ബോൺലെസ് ചിക്കൻ ബിരിയാണി എനിക്കിഷ്ടം. മേഘ്ന സ്പെഷ്യൽ ബോൺലെസ് ചിക്കൻ ബിരിയാണിയാണ് എനിക്കിഷ്ടം ഫ്രം ബാംഗ്ലൂർ. എനിക്കിപ്പോൾ പല ടൈപ്പ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് മേഘ്ന എന്ന് പറഞ്ഞാൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ദെൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി. എനിക്ക് ദം ചെയ്യണ ബിരിയാണീസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചോദിക്കും ദമ്മാണോ, ദം ചെയ്താൽ ഈ ചിക്കൻ ഇങ്ങനെ വെറുതെ ഒരു മസാല ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കും, അതെനിക്ക് ഇഷ്ടമല്ല. ഗ്രേവിയും ഇല്ല, ഒന്നും ഇല്ലാണ്ട് എനിക്ക് തിന്നാൻ ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏത് ഉറക്കത്തിൽ കിടന്നാലും എനിക്ക് തിന്നാൻ തന്നാൽ ഞാൻ മേഘ്ന സ്പെഷ്യൽ ബോൺലെസ് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഞാൻ കഴിക്കും. അതേപോലെ തന്നെ നാട്ടിലത്തെ ഞാൻ കായീസിന്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിൽ എന്താ പറയാ, എനിക്ക് ആ മറ്റേ ഡേറ്റ്സിന്റെ ആ ഒരു പിക്കിളുണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി നാട്ടിലത്തെ മാഞ്ഞാലി ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു ഗ്രേവിയും ആ ഒരു ചിക്കനും അത് സെർവ് ചെയ്യണം. ഫസ്റ്റ് ചിക്കൻ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേളിൽ റൈസ് ഇടും. ചില റൈസിൽ പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് വേവിച്ച റൈസ് ഇടും. റൈസിൻ്റെ മേളിൽ നമ്മുടെ ഓനിയൻസ് ഒക്കെ ഫ്രൈ ചെയ്തിടും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ബിരിയാണി. പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. മാഞ്ഞാലി ബിരിയാണിയും മേഘ്ന സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ്. ദം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവാം, പിന്നെ കുഴിമന്തി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് കുഴിമന്തി ഒന്നും കണ്ണെടുത്താൽ കണ്ടില്ല. ലൈഫിൽ ഒരു പ്രാവശ്യം ഞാൻ കുഴിമന്തി കഴിച്ചിട്ടുള്ളൂ, അതും ആലുവ ആ ഭാഗത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കടയിൽ നിന്നാണ് കഴിച്ചത്. പക്ഷെ എന്താ പറയുക, കഴിച്ചിട്ട് ഇവിടെ തൊണ്ടയിൽ കെട്ടി നിൽക്കുക. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നേ വരെ ഞാൻ മന്തി കഴിച്ചിട്ടില്ല. ഞാൻ മന്തിയുടെ അത്ര വലിയ ഫാനൊന്നുമല്ല. ദെൻ പിന്നെ എനിക്ക് എന്താ പറയുക, അങ്ങനെ എനിക്ക് മന്തി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഷവർമ ഇഷ്ടമാണ്, ബട്ട് ചില കടകളിലെ ഷവർമ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഷവർമ എനിക്ക് മേടിച്ചു തരില്ല. എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നെയ്ബർ ഉണ്ട്, അപ്പം അവരും ഞങ്ങളുമായിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് അവിടെയൊക്കെ പോകും, വനിതാ ഉത്സവം അത് ഇതിനൊക്കെ പോകും. അപ്പൊ അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഷവർമ മേടിച്ചായിരുന്നു. അടിപൊളി ഷവർമയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇഫ്താറിലത്തെ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചില കടകളിലത്തെ ഷവർമയുടെ ഫാനാണ് ഞാൻ. അങ്ങനെ മൊത്തത്തിൽ എല്ലാ കടകളിലെയും ഷവർമ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്കും കൂടെ കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നണം, അങ്ങനത്തെ ഷവർമയാണ് ഞാൻ കൂടുതലും കഴിക്കാറ്. അങ്ങനെ എപ്പോഴും കഴിക്കാറില്ല, വല്ലപ്പോഴും കൊല്ലത്തിൽ 1-2 തവണ മാത്രം ഷവർമ കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, പിന്നെ ബാംഗ്ലൂരത്തെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണെങ്കിൽ ബാംഗ്ലൂരത്തെ ഭയങ്കര, അതായത് രാമേശ്വരം കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ബാംഗ്ലൂര്. അടിപൊളി തട്ടിഡ്ഡലി, നമ്മൾ നോർമൽ ഇഡ്ഡലി അല്ല, ഇങ്ങനെ പരന്നിട്ടുള്ള ഒരു ടൈപ്പ് ഇഡ്ഡലി. അതിൻ്റെ മേളിൽ ചമ്മന്തി ഒരു പൊടിയുണ്ട്, ഇഡ്ഡലിപ്പൊടിയും നെയ്യും കൂടെ അതിങ്ങനെ ഇട്ടിട്ട് പിന്നെ ടൊമാറ്റോ ചട്നി ഇങ്ങനത്തെല്ലാം വെച്ച് തരും. അടിപൊളിയാണ് കേട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രാന്തറിയപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് തോന്നുന്നു. ബാംഗ്ലൂർ രാമേശ്വരം കഫേലത്തെ രാമേശ്വരം കഫേലത്തെ ഇഡ്ഡലി അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ ഇപ്പോഴും അവരോട് പറയും നമുക്ക് ഒരു പ്രാവശ്യം ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോവാം, അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതേപോലെ രാമേശ്വരം ഇഡ്ഡലി കഴിക്കാം, ഉച്ചയ്ക്ക് നമുക്ക് മേഘ്ന സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി കഴിക്കാം.
പിന്നെ എനിക്ക് ജാം റോള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ജാം റോളിൻ്റെ ഭയങ്കര പേഴ്സണാണ് ഞാൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 4ലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ ചിലപ്പോൾ ഭയങ്കര മഴയൊക്കെ ഉള്ള ദിവസം അച്ഛൻ വിളിക്കാൻ വരും കൊടയൊക്കെ ഇട്ട്. അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് പോൾസൺ ബേക്കറി ഉണ്ട്. അവിടെ ഇങ്ങനെ ജാം റോൾ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ 2 ബണ്ണിന്റെ പോലത്തെ ഇത്ര ഉണ്ടാവുള്ളൂ, ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ മൂടി വെച്ചേക്കണ പോലെ. അതൊരു യെല്ലോ കളറിലും കിട്ടും, റെഡ് കളറിലും കിട്ടും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് അത് നല്ലൊരു സ്വീറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെന്താ, പിന്നെ എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ശരവണ ഭവൻ A2B ഇവിടത്തേക്കോ ടൊമാറ്റോ ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ എനിക്ക് അബി ഒരു ദിവസം ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി തന്നു, അടിപൊളിയായിരുന്നു. ഞാൻ എന്തോരം റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ദെൻ അബി എനിക്ക് ഉണ്ടാക്കി തന്നപ്പോൾ കറക്റ്റ് ആ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അബി നന്നായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാറാണ്. ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അബി ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. വളരെ റയറായിട്ട് കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. ദെൻ ആ ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താ, പിന്നെ എനിക്ക് എൻ്റെ അമ്മാമ്മ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞി കൊഴുവ ഉണ്ടല്ലോ, ഫിഷ് ഐറ്റംസിൽ കുഞ്ഞി കൊഴുവ ഉണ്ടല്ലോ. ഈ കുഞ്ഞി കൊഴുവ മാങ്ങിയിട്ട് കറി വെക്കും, തേങ്ങ അരച്ച് കറി വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും എൻ്റെ അമ്മാമ്മ ഉണ്ടാക്കണ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മാമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്ക് പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഈ കൊഴുവ തന്നെ ഇച്ചിരി പെപ്പറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. അമ്മാമ്മ ഇങ്ങനെ നോക്കി നിന്ന് ഉണ്ടാക്കിയെടുക്കും അത്. അപ്പം കുഞ്ഞു കൊഴുവ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല, അല്ലാണ്ട് അമ്മാമ്മ കൊഴുവ ഉണ്ടാക്കിയെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അമ്മാമ്മക്ക് കുഞ്ഞി ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മാമ്മ തന്നെ കുഞ്ഞി ചെമ്മീൻ ഇങ്ങനെ കിള്ളി കുഞ്ഞി ചെമ്മീൻ ഒലർത്താന്നാ പറയാ, ഒലർത്തിയിട്ട് അതും നല്ല ടേസ്റ്റാണ്. ഇത്തിരി സ്പൈസി ആയിട്ട് ഒലർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചട്ടിക്കകത്ത് ചോറിട്ട് വടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെമ്മീൻ ഒലർത്തിയത് ഇട്ടിട്ട് കഴിക്കുമായിരുന്നു, അതും അടിപൊളിയാണ്. പിന്നെ എനിക്ക് കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ്. കൂന്തൽ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ചെറായി ബീച്ചിൽ വെച്ചിട്ട് ഞങ്ങളുടെ അവിടുത്തെ അയൽവക്കത്തെ എല്ലാവരും കൂടെ പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതെന്തോ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു കൂന്തൽ റോസ്റ്റ് ഞാൻ കഴിച്ചായിരുന്നു, അടിപൊളി. ആ കൂന്തൽ റോസ്റ്റിന്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിൻ്റെ തുമ്പത്തുണ്ട്, അത്ര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കണേൽ എനിക്ക് പിലോപ്പിക്കറി ഭയങ്കര ഇഷ്ടമാണ്. അമ്മ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാക്കും. പിലോപ്പിക്കറി ഭയങ്കര ഇഷ്ടമാണ്, പിലോപ്പി ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. ദെൻ പോർക്ക് റോസ്റ്റും ഇഷ്ടമാണ്. പോർക്കും ഞാൻ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം കഴിക്കാറുള്ളൂ. ദെൻ അത് അമ്മ റോസ്റ്റ് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ അങ്കിളായിട്ട് വരും. ദെൻ അങ്കിളും നല്ല പെരിഞ്ചീരകമൊക്കെ പൊടിച്ചിട്ട് നല്ല എന്താ പറയുക, അത് അടിപൊളി ടേസ്റ്റാണ്. അങ്കിൾ ഉണ്ടാക്കണ കറിയും അമ്മ ഉണ്ടാക്കണ പോർക്കിൻ്റെ കറിയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നെയ്യ് ഇങ്ങനെ ജെല്ലി പോലെ ഇങ്ങനെ കിടക്കും, എനിക്ക് അത് മാത്രം പെറുക്കി കഷ്ണത്തിനേക്കാളും കൂടുതൽ ആ ജെല്ലി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ദെൻ പിന്നെ സ്വീറ്റ്സിൽ ഞാൻ വിട്ടുപോയൊരു സാധനമാണ് ആഗ്ര താജ് പേട. ഇത് ഹൽദിഗ്രാംസിന്റെ ഇപ്പൊ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ദെൻ ഒറിജിൻ ആഗ്ര, ഡൽഹിയിലത്തെ ആഗ്രയിലത്തെ ഇതാണ്. ദെൻ യെല്ലോ കളറിലും കിട്ടും, വൈറ്റ് കളറിലും കിട്ടും. അപ്പൊ ഇത് ആദ്യം കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ അച്ഛന്റെ ചേട്ടന്റെ മോൻ ഡൽഹിയിലോ എവിടെയെങ്ങാണ്ടും വർക്ക് ചെയ്തിട്ട് വീട്ടിലൊരു പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കുമ്പളങ്ങ മിഠായി എന്ന് ഞങ്ങള് വീട്ടിൽ പറയാം, കുമ്പളങ്ങ മിഠായി. അപ്പം ആദ്യമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഈ പണ്ട് പുഴ കോരാൻ വേണ്ടിയിട്ട് JCB വരും, എന്നിട്ട് പുഴയിലുള്ള കോരിയിട്ട് ചെളിയും സാധനങ്ങളൊക്കെ 2 കരയിലും വെച്ചിട്ട് പോകും. അപ്പൊ എന്റെ വീടിന്റെ പിന്നിൽ പുഴയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു വിറക് കോര പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനും ചേട്ടൻ ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കുമായിരുന്നു. അപ്പൊ അമ്മ ഇത് കഴിക്കുന്നും പറഞ്ഞു, വെറുതെ കളയാൻ എന്തിനാണ്, ഫുഡല്ലേ കഴിക്കുന്നും പറഞ്ഞ് കൊണ്ടുത്തന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഇത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് അടക്കുമായിരുന്നു. കുമ്പളങ്ങ മിഠായി എന്ന് പറയണേ. അങ്ങനെ ഒരു പ്രാവശ്യം ബെസ്റ്റ് ബേക്കറിൽ ഇരിക്കണ കണ്ടു ലൂസായിട്ട്, അപ്പൊ അതങ്ങനെ മേടിച്ച് കഴിക്കുമായിരുന്നു. പിന്നെയാണ് ഹൽദിഗ്രാമിന്റെ ഇറങ്ങിയത്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഹൽദിഗ്രാമിന്റെ ഇഷ്ടമല്ല, വേറൊരു ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് അത് മേടിച്ചത്. എനിക്ക് കുമ്പളങ്ങ അതിൽ കിട്ടണം. പിന്നെ
നന്ദന എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ എന്താ പറയാ ഫുഡ് കിട്ടും. അവിടെ ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണി കിട്ടും. അതേപോലെ തന്നെ അതെനിക്ക് അത്ര ഫേവറേറ്റ് ഇല്ല. അവിടെ നിന്ന് ഞാനൊരു സ്വീറ്റ് കഴിച്ചായിരുന്നു. അതായത് കുമ്പളങ്ങ തന്നെ ഭയങ്കര നൈസായിട്ട് അരിഞ്ഞിട്ട് അതിങ്ങനെ ഡ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളില് വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ബീറ്റ് ചെയ്തിട്ട് അതിങ്ങനെ വെക്കും. എന്നിട്ട് അത് റോൾ ചെയ്തിട്ട് സിൽവർ റോൾ എന്നെന്താണ് അതിന് പേരിട്ടാണ്. എന്നിട്ട് അതൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയിട്ട് ഒരു ചെറി വെച്ചിട്ട് ദെൻ അത് കഴിക്കുമ്പോൾ കുമ്പളങ്ങയുടെ ആ ഒരു മത്ത് ടേസ്റ്റ് ഒന്നുമില്ല. ദെൻ അത് ഒരു അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഞാൻ എവിടെ ചെന്നാലും പ്രത്യേകതരം സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ഫുഡ് പേഴ്സൺ ആണ്. പിന്നെ എനിക്ക് ഗ്രിൽഡ് പിന്നെ അൽഫാം അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ദെൻ അൽഫാം വളരെ റയറായിട്ട്, അത് പെപ്പർ ഇട്ടത് റയറായിട്ട് മാത്രം മേടിച്ച് കഴിക്കാറുള്ള സാധനമാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് അത് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അതിനുള്ള ക്രേവിങ്സ് ഒക്കെ എനിക്ക് തോന്നാറുള്ളൂ. അൽഫാമിൻ്റെ അത്ര വലിയ പേഴ്സൺ അല്ല ഞാൻ. പക്ഷെ ഇപ്പം എനിക്കിഷ്ടം, ഇപ്പം ഗർഭിണി ആയതിനു ശേഷം ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ ടൈമിലത്തെ വെജ് ഫ്രൈഡ് റൈസും പിന്നെ ഗോബി മഞ്ചൂരിയൻ സെമി ഗ്രേവി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം പോയി കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. ഇതിൽ വിട്ടുപോയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അത് ഞാൻ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. വിട്ടുപോണ ഐറ്റംസ് ഉണ്ടാവും, കാരണം എൻ്റെ ഫുഡ് ലിസ്റ്റ് ഇന്നെങ്കിലും തീരൂല. പിന്നെ ദേപുട്ടില്ലേ, ദേപുട്ട് ഒരുപാട് നാളായിട്ട് അവിടുത്തെ ഇറച്ചിപ്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ദെൻ കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഹൈവിൻ്റെ കേക്ക് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കേക്ക് ഹട്ടിലത്തെ കേക്ക് നല്ലതാണ്, നവ്യലത്തെ കേക്ക് നല്ലതാണ്. ദെൻ എൻ്റെ ഫേവറേറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവിൻ്റെ ഹണി കേക്കാണ്. ദെൻ അത് ലുലു മാളിലും, പിന്നെ ലുലു മാളിലുണ്ട്, തൃശ്ശൂർ വൈമാളിലുണ്ട്. ദെൻ അജ്ഫാനിൽ റയറായിട്ട് കണ്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം. ലെയറായിട്ട് ഐസിങ് ഒക്കെ, ആ ഐസിങ്ങിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഐസിങ്ങിനും കേക്കിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ സെയിം കേക്ക് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. ആ സെയിം ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈവിൻ്റെ ടേസ്റ്റ്, ആ ഹൈവിൻ്റെ ഹണി കേക്ക്. അതിൻ്റെ ഇപ്പം കോഫി ഉണ്ട്, സാഫ്രോൺ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ലക്കിലി ഫുഡ് പേഴ്സൺ ആയതുകൊണ്ടും എന്തോ ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ടിട്ടും ഞാൻ ഒരു പ്രാവശ്യം ലുലുമാളിൽ ചെന്നപ്പോൾ ഈ ഹൈവിൻ്റെ എല്ലാ കേക്കിൻ്റെയും സാമ്പിൾസ് ഇങ്ങനെ ടൂത്ത് പിക്കിൽ കുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറുക്കനായിരുന്നു. ഞാൻ എല്ലാവരും ടേസ്റ്റ് ചെയ്തു, എല്ലാവരും ഹണിയും സാഫ്രോണും എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. ബട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഹൈവിൻ്റെ ഹണി കേക്കാണ്, നോർമൽ ഹണി കേക്കാണ് ഇഷ്ടം. ദെൻ ഞാൻ ഇവിടെ നിന്നും മേടിക്കാറുണ്ട്, ഞാൻ വൈമാളിൽ നിന്നും മേടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു എൻ്റെ ഇതിനേക്കാളും എനിക്ക് ഫസ്റ്റ് നിൽക്കുന്നത് ബ്ലൂംസ്ബെറി എന്നും പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ലുലുവിൽ ഉണ്ടായതാണ്. ദെൻ അവിടുത്തെ റഷ്യൻ ഹണി ക്രഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ്. ദെൻ ഇപ്പം അത് ലുലുവിലില്ല, അത് പൂട്ടിപ്പോയി. അപ്പം ഇത്രയൊക്കെയാണ് ഫുഡിൻ്റെ ഒരു വിവരം. പിന്നെ സ്നാക്സിൽ കട്ട്ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ തീർന്നു എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇനി എപ്പോഴാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വെജിനെ പറ്റി ഇപ്പം എനിക്കൊന്നും പറയാനില്ല. എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല, അവിയൽ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് പിന്നെ എനിക്ക് പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സൈഡും അങ്ങോട്ടുള്ള സൈഡിലൊക്കെ ഇഞ്ചിക്കറി എന്നാ പറയാ, പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല. തൃശ്ശൂർ സൈഡിലോട്ട് പുളിയിഞ്ചി എന്ന് പറയുന്ന സാധനമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു പാട്ട് പാടട്ടെ. എപ്പോഴും ഒരു പാട്ട് പാടിട്ട് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ വടക്കുന്നാഥനെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ വടക്കുന്നാഥനെ പറ്റിയിട്ടുള്ളൊരു പാട്ടായാലോ. വടക്കുന്നാഥനെ പറ്റിയിട്ടല്ല, വടക്കുന്നാഥൻ റിലേറ്റഡ് മൂവി. ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെയാണ് എന്ന് പറഞ്ഞില്ലേ, അത് അങ്ങനെ ഒരു പാട്ട് പാടട്ടെ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീതികൾ
ഇടറി വീണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. നിന്റെ നീലരജനികൾ നിദ്രയോടുമിടയവേ ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു. അന്നു കണ്ട നീയാരും ഇന്നു കണ്ട നീയാരും, എല്ലാം എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ. പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Thank you for watching. This is Lakshmi Abhilash signing off.